വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, തലമുറകളായി നമുക്ക് കൈമാറി വന്ന അറിവുകൾ, തൊഴിലുകൾ ഇവയൊക്കെ ഉപജീവന മാർഗമായി നാം കണ്ടിരുന്നു. എന്നാൽ അവയിൽ പലതും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന്റെ മേന്മകൾ തിരിച്ചറിഞ്ഞ് എമീസ് എന്ന പേരോടുകൂടി അവ വിപണിയിലെത്തിക്കുന്ന സ്വയം സംരംഭകയാണ് ഇരിങ്ങൽ സ്വദേശിനിയായ സമീറ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർത്തെഴുന്നേറ്റ് വന്ന സമീറയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ളത്. സമീറ, നമസ്കാരം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് സമീറ. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ്. ഇരിങ്ങൽ മൂരാട് ഓയിൽ മിൽ എന്ന് പറയും. എൻ്റെ സ്വദേശം അവിടെയാണ്. ഇരിങ്ങൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. കരകൗശല ഗ്രാമം തന്നെയാണ് ഇരിങ്ങൽ, അല്ലേ? അപ്പൊ അത്രയൊക്കെ പ്രത്യേകതയുള്ള ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കും അതുപോലെ തന്നെ പ്രത്യേകതകൾ ഉണ്ട്. അപ്പൊ എന്താണ്, ഏത് മേഖലയിലാണ് സമീറ കൈകാര്യം ചെയ്യുന്നത്? എന്താണ്? ഞാനിപ്പോൾ കുറച്ച് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആയുർവേദ കൂട്ടുകൾ കൊണ്ട് ഞാൻ തന്നെ സ്വന്തമായി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അത് എന്തൊക്കെയാണത്? മെയിൻ ആയിട്ട് വരുന്നത് ഹെയർ ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ തലമുടി സംബന്ധമായിട്ടുള്ള ഒരാളുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് ഇതിങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാനുള്ളൊരു കാരണം എങ്ങനെയാണ്? എൻ്റെ ഉപ്പുപ്പ വൈദ്യം പഠിച്ച ആളാണ്. പക്ഷെ മൂപ്പര് അത് കൊണ്ടു നടന്ന് ആ ഒരു വൈദ്യ പ്രവൃത്തിയൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കാരണം ഒരു വിഷവൈദ്യനാണ്, വിഷഹാരിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രോങ് പാരമ്പര്യം എനിക്കുണ്ട്. പിന്നെ എനിക്കിതിനോടുള്ള പാഷനാണ്. എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അതിനുള്ള സൊല്യൂഷൻസാണ് എൻ്റെ ഓരോ റിസർച്ചിലൂടെയും ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഒരു ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ സമീറ ഒരു സ്വയം സംരംഭകയായിട്ട് ഇന്ന് നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിൽ അനുഭവങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് ജീവിതത്തിൽ പയറ്റിയ പല മരുന്നുകളും കാര്യങ്ങളും പിന്നീട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയിട്ട് മറ്റുള്ളവർക്കും തനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് വിപണിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ തുടക്കം എന്തായിരുന്നു? തുടക്കം എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകന് ഡെലിവറി കഴിഞ്ഞ ശേഷം നല്ല തൈറോയിഡ് വന്നു. അവനെ അവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെ അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല. അപ്പം പ്രസവശേഷം ക്ഷീണിതയായി, ഫുള്ളായിട്ട് ഡൗൺ ആയി. ഹോർമോൺ വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ ഫിസിക്കലി മെന്റലി ഒക്കെ ചേഞ്ച് വന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പൂപ്പയൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ ഈ കുരുമുളക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ട് മുറുക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10 ഔഷധങ്ങൾ ചേർത്ത് ഒരു എണ്ണ ഉണ്ടാക്കി. ഒരു 500 മില്ലിയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തേച്ചപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ മാറി. പക്ഷെ എനിക്ക് ജലദോഷം വന്നു. അപ്പോൾ ആ ജലദോഷവും കഫക്കെട്ടും മാറാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്ത് ആഡ് ചെയ്യാം, അങ്ങനെ ഓരോ മെഡിസിൻസും പുതിയതായിട്ട് അതിൻ്റെ രൂക്ഷഗുണവും അതിൻ്റെ തിക്തഫലങ്ങളും അതിൻ്റെ ഓരോ ഗുണങ്ങളുണ്ടാവുമല്ലോ ഓരോ ഔഷധത്തിനും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച് ഇന്ന് കാണുന്ന 33 തരം ഔഷധങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഹെയർ ഓയിലായിട്ട് അത് മാറി. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ താരൻ, മുടി കൊഴിച്ചിൽ, അകാല നര, പെയിന്, മൈഗ്രെയിൻ പോലുള്ള തലവേദന, നീരിറക്കം, ഇതൊന്നും നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. അതുമാത്രമല്ല നല്ല ഉറക്കം ഉണ്ടാവും. ഇന്ന് പലർക്കും ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും കൂടെ ഉപകാരമാണ് ഈ എമീസിൻ്റെ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഏത് പേരിലാണ് അത് വിപണിയിൽ എത്തിക്കുന്നത്?
ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും എനിക്ക് ഇടണമെന്നോ ഇങ്ങനെ സെയിൽ ചെയ്യണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ബാബുവേട്ടനുണ്ട്, മുല്ലക്കുളം ബാബുവേട്ടൻ. അപ്പം മൂപ്പരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സെമി നിനക്കിത് സെയിലിന് ചെയ്തുകൂടെയെന്ന്. അപ്പം അവരെനിക്ക് സ്റ്റിക്കറൊക്കെ അടിച്ചു തന്നു. ആദ്യം കസ്തൂരി ഹെർബൽ ഹെയർ ഓയിൽ എന്ന പേരിലായിരുന്നു വിപണിയിൽ ഇറങ്ങിയത്. മൂപ്പര് നല്ലോണം എനിക്ക് സെയിൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആയിടക്കാണ് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് താൽക്കാലികമായിട്ട് നിർത്തി വെക്കേണ്ടി വന്നത്. അത് ശരി. അപ്പോൾ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും? ഓക്കെ. എന്നിട്ട് അപ്പോൾ 2014 എനിക്ക് ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങി. അങ്ങനെ അത് തുടർന്ന് 2019 വരെ നീണ്ടു. എൻ്റെ ഭർത്താവ് ഒരു പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഗൈനക്കോളജി ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴാണ് ക്രിയാറ്റിൻ കൂടുതലാണെന്ന് കണ്ടെത്തിയത്. അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ സാമ്പത്തികം വെച്ചിട്ട് നമുക്ക് അത്ര വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇവിടുന്ന് കിട്ടൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മംഗലാപുരത്തെ ഏനപ്പയ്യ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ 12 ദിവസം അഡ്മിറ്റായി. അവിടുന്ന് സിസ്റ്റോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു. അവർ കണ്ടുപിടിച്ചത് എൻ്റെ ലെഫ്റ്റ് കിഡ്നി ഓൾറെഡി ചെറുതാണ് ജന്മന. അപ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ട്. റൈറ്റ് കിഡ്നിക്ക് കൂടെ അത് ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഡയാലിസിസ് വാർഡിലാണ് എന്നെ കൊണ്ടുപോയി കിടത്തിയത്. ഞാൻ അവിടുന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു. എൻ്റെ യൂട്രസിൽ ഇൻഫെക്ഷൻസ് വന്നു, എൻ്റെ ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നു, വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ എല്ലാം കൂടി ഒത്തുണങ്ങി. മൈഗ്രെയിൻ വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നംസ്, തൈറോയിഡ് കൂടി, എല്ലാ പ്രോബ്ലംസും ഒരുമിച്ച് വന്ന് എന്നെ അറ്റാക്ക് ചെയ്തു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ വല്ലാണ്ട് തളർന്ന ഒരു നിമിഷമായിരുന്നു അത്. എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്താണ് ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. അപ്പോൾ ആ 12 ദിവസം അവിടെ കിടന്ന ആ ഒരു കാലയളവിൽ ഞാൻ തന്നെ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അപ്പം നമ്മളുള്ള കാലത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ എനിക്കൊന്നിനും വയ്യ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഒരുപാട് മൂഡ് സ്വിങ്സും ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയിട്ട് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ തന്നെ എന്നെ സ്വയം പരുവപ്പെടുത്തിയെടുത്താണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഫയർ ഉണ്ടാവും. അത് കത്തിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. മറ്റുള്ളവർക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ കഴിയും, എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ അത് നമ്മളെ മൈൻഡിലേക്ക് എടുത്തിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതും നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തേണ്ടതും നമ്മളാണ്. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ ആ വാർഡിലുണ്ടായിരുന്ന ആരും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഡയാലിസിസ് പേഷ്യൻസ് ആയിരുന്നു. അപ്പം എന്നെ ഒരു ചെറിയ കുട്ടി എന്ന ഒരു പരിഗണനയോടെയാണ് അവിടെ എല്ലാവരും കണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മരണം വരെ ഈ ഒരു അസുഖം എൻ്റെ ദേഹത്തുണ്ടാവും. എൻ്റെ മൂത്രക്കുഴലിൻ്റെ തിക്നെസ് കുറഞ്ഞതുകൊണ്ടാണ് റിവേഴ്സായിട്ട് മൂത്രം കിഡ്നിയിൽ കയറിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പം ഞാൻ തന്നെ ആ തിക്നെസ് കൂട്ടേണ്ടതായിട്ടുള്ള ഒരു പ്രക്രിയ ചെയ്യണം എല്ലാ ആഴ്ചയും. ചില സമയത്ത് ഞാൻ ഉഴപ്പാറുണ്ട്. എന്നാലും എന്നെയും കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ എന്നെ നല്ലോണം കെയർ ചെയ്യും. നമ്മൾ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കെയറും ആണ് ആദ്യം വേണ്ടത്. എന്നാലേ നമുക്ക് സമൂഹത്തിനെ കെയർ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും കഴിയൂ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ വന്നപ്പോൾ സ്വന്തം അനുഭവങ്ങളിലൂടെയാണത് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും അനുഭവസ്ഥയായ സമീറ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ കാത്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസ്യതയിൽ ഇരിക്കുമ്പോൾ ഈ ഹെയർ ഓയിൽ പ്രൊഡക്റ്റ് തന്നെയാണോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? 2019 ഞാൻ ഹോസ്പിറ്റലൈസ് ആയത്. അപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഡോക്ടർമാർ കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു മെഡിസിൻസും കഴിക്കാൻ പാടില്ല, പിന്നെ എവിടെ പോകുമ്പോഴും ഈ ഡിസ്ചാർജ് സമ്മറി കാണിച്ചിട്ടാണ് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. അവിടുന്ന് ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു സംരംഭം റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീട്ടിലെത്തി ഒരു 2 മാസം റെസ്റ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും എൻ്റെ ഹെയർ ഓയിൽ ഉണ്ടാക്കി. അപ്പം നമ്മൾ കുറച്ചു നേരം ചൂടൊക്കെ തട്ടേണ്ടതായിട്ട് വരില്ലേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ? യെസ്, അനുകൂല സാഹചര്യം ആയിരുന്നില്ല. വളരെ സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തത്. എനിക്ക് ഓവർ വെയിറ്റ് എടുക്കാൻ പാടില്ല, ഓവറായിട്ട് ജോലി ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മുടെ പാഷൻ, നമുക്ക് ഒരു സംഗതിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാം മറക്കും. അതിനോടുള്ള ഡെഡിക്കേഷനാണ്. അപ്പോൾ എനിക്ക് സഹായത്തിന് ഉമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി എൻ്റെ ഹസ്ബൻഡ് എന്നെ വല്ലാതെ കെയർ ചെയ്ത്, അദ്ദേഹം പ്രവാസിയാണ്, അദ്ദേഹം എന്നെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിലും. എന്നെ ഇടയ്ക്കൊക്കെ കളിയാക്കും. അത് എനിക്ക് കൂടുതൽ ഊർജം തരികയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം
25ഓളം പ്രൊഡക്ട്സ് എനിക്ക് ചെറിയ രീതിയിൽ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ആദ്യം വിപണനത്തിനായിട്ട് സഹായത്തിന് ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് ആ വിപണനം നടത്തിയത്? ആ സ്റ്റോപ്പായ സമയത്ത് നിന്ന് നമ്മൾ അവിടെ സ്റ്റോപ്പായി തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ തന്നെ തോറ്റു പോവുമായിരുന്നു. എനിക്ക് ആർക്കും മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് എല്ലാവരുടെ അടുത്തും നല്ലോണം സംസാരിക്കാൻ കഴിയുന്നതും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതും. 2020 ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ആ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 2 ലിറ്റർ എണ്ണ ഉണ്ടാക്കി. അത് ഒരു 3 മാസത്തോളം ഒരു മനുഷ്യന്മാരും മേടിച്ചിട്ടില്ല. എനിക്ക് ഉള്ളിൽ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി എഫേർട്ട് എടുത്ത് വീണ്ടും ചെയ്തിട്ടും അതിനൊരു മെച്ചമില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ വിപണിയിൽ എത്തിക്കാം. ഞാൻ BA ലിറ്ററേച്ചറാണ് പഠിച്ചത്. എനിക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രങ്ങളും അറിയില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സംറോജ് വടകര. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൾ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടത്. ആദ്യം സ്റ്റാളിലല്ല, പുറത്ത് നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടു. തിരക്ക് കാരണം ആളുകൾ വന്നപ്പോൾ ഞങ്ങൾ അറിയാണ്ട് എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ആ സ്റ്റാള് സാറ് വിട്ടു തന്നു. അങ്ങനെ 2022 മുതൽ ഇപ്പം 3-4 വർഷത്തോളമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇപ്പോൾ 17ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ March 3 വരെ അവിടെ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ March 3 വരെ. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ? അവിടെ നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിലേ കിട്ടുള്ളൂ. 25ഓളം പ്രൊഡക്ട്സ് നമ്മൾ വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സിനും നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ ചെയ്തിരുന്നത്? ഞാൻ ഈ 2012 ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയം മുതൽ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വേണം, അവിടെ ഒരു ലാബ് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടും നമുക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഒരു കുടിൽ വ്യവസായം പോലെ ഞാൻ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് വരുമെന്ന്. അപ്പോൾ 10 വർഷത്തിന് ശേഷം ഈ റെയിൽവേയിൽ കിട്ടുന്നതിൻ്റെ കുറച്ച് മുൻപാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. MSME ആ ഒരു ലൈസൻസും കാര്യങ്ങളും പാക്കിങ് FSI ആ സംഭവങ്ങളൊക്കെ കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ റെയിൽവേയിൽ ഇങ്ങനെ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ചെറുകിട സംരംഭകർക്ക് ധാരാളം സഹായങ്ങൾ കിട്ടുന്ന പല പ്രൊജക്റ്റുകളും ഉണ്ട്, നമുക്ക് പല ഫണ്ടുകളും ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഫണ്ടുകളൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചിലവിനും കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്ന തുകയിൽ നിന്ന് ലാവിഷ് ആക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത്യാവശ്യം എൻ്റെ ഉമ്മയും എന്നെ സഹായിക്കും. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു കർഷക ഫാമിലിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പലപ്പോഴും കുറേ അറിവുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പക്ഷേ ഇപ്പോൾ പാരമ്പര്യ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ എഴുതി വെച്ച ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ വീട്ടിൽ, ഇതൊരു റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആയുർവേദിക്ക് ഒരു BAMSO അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി എനിക്ക് ഒരുപാട് ആളുകളായിട്ട് പരിചയപ്പെടാനും അവരുടെ അടുത്ത് സംസാരിക്കാനും അവരൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ആയുർവേദ വൈദ്യന്മാരുണ്ട്, ഇംഗ്ലീഷ് ഡോക്ടർമാരുണ്ട്, യുനാനി ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് എനിക്കിപ്പം ആയുർവേദം ഇനിയും ഞാൻ റിസർച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഓരോ ഔഷധങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കും. നമ്മളെന്നും വിദ്യാർത്ഥികളാണല്ലോ, മരണം വരെ നമ്മൾ വിദ്യാർത്ഥികളാണ്. പാരമ്പര്യമായിട്ട് എനിക്ക് ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉപ്പാപ്പ പകർന്നു തന്നിട്ടുള്ള കുറച്ച് ഔഷധങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകളുണ്ട്. പിന്നെ എനിക്ക് പല സ്ഥലത്തായിട്ട് ഞാൻ പറഞ്ഞില്ലേ വൈദ്യന്മാരും അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് പരിഹരിക്കുക. പിന്നെ ഒരുപാട് റെഫറൻസ് ബുക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ചിലരൊക്കെ ഗിഫ്റ്റായിട്ട് നല്ല നല്ല ഇങ്ങനെയുള്ള ആയുർവേദിക് ഗ്രന്ഥങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കൂടുതലും പച്ചമരുന്നുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കാലത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പച്ചമരുന്നുകളുടെ ഇപ്പോൾ ഒരു മുത്തങ്ങക്കിഴങ്ങ് പോലും കാണാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ പച്ചമരുന്നുകളൊക്കെ സംഘടിപ്പിക്കുന്നത്? ഞാൻ യാത്ര ചെയ്യാറുണ്ട് അത്യാവശ്യം. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനുഷ്യന്മാരെക്കാളും കൂടുതൽ നോക്കുക എന്തൊക്കെ ഔഷധങ്ങൾ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് സഹായിക്കാനായിട്ട് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്.
അപ്പോൾ അവരും കുറച്ച് കളക്ട് ചെയ്ത് തരും. പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തുള്ള മെഡിസിൻസ് കളക്ട് ചെയ്താൽ അതിന് ഫലം ഉണ്ടാവില്ല. അത് ഇപ്പോൾ പണ്ട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത്, അത് മലമുകളിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് ചെയ്യുന്ന ഔഷധങ്ങൾക്ക് നല്ല ഔഷധ മൂല്യം ഉണ്ടാവും. വൃത്തിഹീനമായ സാഹചര്യത്തിലാണെങ്കിൽ അവ കൊണ്ട് ഒരു ഔഷധ മൂല്യം ഉണ്ടാവില്ല, അത് പറിക്കണ്ട എന്ന് പറയും. ഉപ്പുപ്പ് വലിയൊരു അറിവാണ് കൈമാറി തന്നിരിക്കുന്നത്. പിന്നെ ഈ ആയുർവേദ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഹെയർ ഓയിൽ അതുപോലുള്ള സ്കിൻ കെയറിലേക്ക് വന്നു. പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. എൻ്റെ ചെറിയ മകന് മൂപ്പരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകും. അപ്പം മൂപ്പര് ഭയങ്കര സങ്കടം പറഞ്ഞു. നെല്ലിക്ക കൊടുത്തു കഴിഞ്ഞാൽ പകുതിയെ കഴിക്കൂ. കുട്ടികളുടെ കാര്യം അറിയാലോ. ബ്രഹ്മി ഇടിച്ച് പിഴിഞ്ഞ് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണാണ്ട് ഇയാൾ കൊണ്ടുപോയി തുപ്പിക്കളയും. അപ്പം ഞാൻ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, ഹെയർ ഫാളിന് പ്രിവെൻഷനാണ്, അതേപോലെ തന്നെ കാഴ്ചശക്തി ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരുപാട് നെല്ലിക്കേൻ്റെയും ബ്രഹ്മീൻ്റെയും ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ എല്ലാ മലയാളികൾക്കും അറിയാം. അപ്പോൾ നെല്ലിക്ക രസായനമുണ്ട്, ചവനപ്രാശമുണ്ട്. പക്ഷെ ഇത് രണ്ടും അല്ലാതെ നെല്ലിക്കയും ബ്രഹ്മിയും തേനും ചേർത്തിട്ടുള്ള ഒരു ലേഹ്യം ഞാൻ ഉണ്ടാക്കി. നെല്ലിക്കയും ബ്രഹ്മിയും ഒക്കെ അരച്ച് പിന്നെ അത് ആറിയതിന് ശേഷമാണ് തേന് ആഡ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് നെല്ലിക്ക ലേഹ്യത്തിൻ്റെത്. അത് റെയിൽവേയിൽ കുറച്ച് പനം ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ തെങ്ങിൻ ശർക്കര. പകുതിയേ കൊടുക്കുള്ളൂ, പകുതി തേനാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരണമല്ലോ. അപ്പം തേനിൻ്റെയും നെല്ലിക്കയുടെ പുളിപ്പും ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു പുളിമുട്ടായി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് അത് റെയിൽവേയിൽ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വെച്ച സമയത്ത് തന്നെ എനിക്ക് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ചവനപ്രാശത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടാണ് ഇപ്പം ലേഹ്യങ്ങൾ. ഇപ്പം ബദാലേഹ്യം, നെല്ലിക്കാലേഹ്യം, അങ്ങനെയുള്ള ശതാവരി ഗുളം, ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ ശതാവരി എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര സ്റ്റാളുകളുണ്ട് ഇപ്പം വിപണനം നടത്താൻ വേണ്ടിയിട്ട്? ഇപ്പോൾ റെയിൽവേയിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു സ്റ്റാള്, ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം. പിന്നെ കുടുംബശ്രീൻ്റെ ഞങ്ങളുടെ പയ്യോളി മുനിസിപ്പാലിറ്റിൻ്റെ CDS നടത്തുന്ന സ്റ്റാളുകൾ കിട്ടാറുണ്ട്. പിന്നെ വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാള് കോഴിക്കോട് കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റാൾ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 സ്റ്റാള്. അതിലൊന്ന് ഹരിതാമൃതാണ്, വടകര ടൗൺ ഹാളിൽ ഈ സമുദ്ര ആയുർവേദ റിസർച്ച് സെൻറ്റർ അവരതാണ്. അവിടെ എനിക്ക് അവർ സ്റ്റാള് തന്നു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അധ്യായം തന്നെയാണ്. ഒരുപാട് വൈദ്യന്മാരെയും ഒരുപാട് നല്ല നല്ല വ്യക്തികളെയൊക്കെ കാണാൻ പറ്റി. എൻ്റെ ഒരു ഫീച്ചർ അതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീനിവാസൻ മഹാത്മ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പോൾ അത് കണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തോ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു എൻ്റെ ജീവിതകഥ കണ്ടിട്ട് ഒരുപാട് പേരെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുക എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു സംരംഭം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്. വ്യവസായ വകുപ്പ് നടത്തുന്ന സ്റ്റാളുകൾ, അങ്ങനെ നിരവധി ഈ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് നിരവധി സ്റ്റാളുകളും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ പലരും അതിലേക്ക് കടന്നു ചെല്ലാറില്ല, പിൻവാങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മളെ സ്വപ്നത്തിൻ്റെ ആഴവും പരപ്പും നമുക്കേ അറിയൂ. നമുക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും കണക്കിലെടുക്കാണ്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നിർത്തിയാൽ തോറ്റുപോകും. നിർത്താണ്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒത്തിരി സംരംഭകർ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക, അതോ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമായാലും ബാക്കി സമയം വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേദികളിലേക്കൊക്കെ കടന്നു വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അവർക്ക് എന്താണ് അതിനുള്ള വഴി കടന്നു വരാനായിട്ട്? നമുക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങോട്ട് തേടി വരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നില്ലേ? ദൈവം നമുക്ക് എവിടെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പാതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. ഞാൻ അന്വേഷിക്കും. അതാണ് നമുക്ക് ബന്ധങ്ങൾ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ ഹരിതാമൃതം ആ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഗിരിജ ചേച്ചി വഴിയാണ്. GS മെറ്റൽസ് എന്ന ആ കൊടുവാള്, കത്തി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ട്. അപ്പോൾ അവരാണ് എനിക്ക് ഈ ഹരിതാമൃതത്തിലേക്കുള്ള നമ്പർ, അവരുടെ ഒരു മൊബൈൽ നമ്പർ തന്നതും അതിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സംരംഭക വർഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2022, 23, 24 ഈ വർഷത്തിലൊക്കെ ഒത്തിരി. ഞാൻ ഈ 2012 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യന്മാരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് സംരംഭകരുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്.
നമുക്ക് അതിനിപ്പോൾ ലൈസൻസൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഞാനൊന്നും സ്ട്രഗിൾ ചെയ്ത പോലെ ലൈസൻസ് വേണ്ടി നടക്കേണ്ട അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇപ്പോൾ. ഇപ്പം എല്ലാവർക്കും ലൈസൻസൊക്കെ ഗവൺമെൻറ് വേഗം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ബാച്ച് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ലാബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അത് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വിപണിയിലേക്ക് കൊടുക്കുള്ളൂ. അതിനെന്ത് പ്രശ്നം വന്നാലും അത് ഏറ്റെടുക്കാനുള്ളൊരു ധൈര്യം നമുക്ക് തന്നെ വേണം. അതെ. ഓക്കെ, ഇനി 25 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് എത്താനുണ്ട്. എനിക്ക് എൻ്റെ സമയക്കുറവാണ്. ജോലിയില്ലാത്ത ആരും ഇല്ലാത്ത പാവങ്ങളായ കുറച്ചു പേർക്കെങ്കിലും ജോലി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ഒരു സംരംഭം കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ അവൈലബിലിറ്റി കുറയും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഒതുങ്ങി തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഹെയർ ഓയിൽ, സ്കിൻ കെയർ ഓയിൽ, അലോവേര ജെൽ, ലിപ് ബാം, ഫേസ് പാക്ക് പൗഡർ, ജോയിൻറ്റ് പെയിൻ ഓയിൽ, അലർജി മൈഗ്രെയിൻ ഓയിൽ, കൺമഷി, അങ്ങനെ പിന്നെ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവിധ അച്ചാറുകളും. അതിൽ ആയുർവേദിക് അച്ചാറുകളുണ്ട്, കറ്റാർവാഴ അച്ചാറുണ്ട്, പിന്നെ ശതാവരീൻ്റെ അച്ചാറുണ്ട്, അങ്ങനെയുള്ള ആയുർവേദിക് ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കിയ അച്ചാറുകളുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളിലൊന്നും പ്രത്യേകിച്ച് അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര നാളത്തേക്കായിരിക്കും? പണ്ടുള്ള മനുഷ്യന്മാർ ഈ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനൊരു സമയം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് പാകം ആയിക്കഴിഞ്ഞാൽ അത് നിൽക്കും, അത് ഈട് നിൽക്കും. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ആകെ ഒരു ബയോ എൻസൈം പ്രിസർവേറ്റീവ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അലോവേര ജെൽ. കുഞ്ഞു മക്കൾക്ക് മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രിസർവേറ്റീവോ കെമിക്കലോ ആഡ് ചെയ്യാൻ പറ്റില്ല. ഹാർഷായിട്ടുള്ള ഒന്നും വരുന്നില്ല. അതായത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശുദ്ധമായ തേനാണെങ്കിൽ അത് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുമെന്ന്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെയും. അതെ, കറക്റ്റ് ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അത് പക്ഷേ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. ഇപ്പം എണ്ണ കാച്ചുമ്പോൾ തന്നെ അതിനകത്ത് നീര് വറ്റി ഒരു മൂപ്പ് കൂടാനും പാടില്ല, കറക്റ്റ് മൂപ്പിൽ എടുക്കണം. മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ തലവേദനയാണ്, മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നീരിറക്കാണ്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് വരും. അതെ, അതിപ്പോഴും എനിക്ക് എത്ര അറിയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും എൻ്റെ ഉമ്മയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഔഷധത്തോട്ടങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചെറിയതായിട്ട് ഔഷധത്തോട്ടങ്ങളായിട്ട് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ, ഇപ്പം ജോയിൻറ്റ് പെയിൻ ഓയിലിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ഔഷധ സാധനങ്ങൾ നമ്മളെ എല്ലാ വീട്ടിലും വേണ്ടുന്ന കുറച്ച് ഔഷധ ചെടികളുണ്ട്. അത് ഞാനല്ല, എല്ലാവരും വീട്ടിൽ നടേണ്ടതായിട്ടുള്ള സാധനമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തുളസിയാണ്. തുളസി ഒരുപാട് ഈ അലർജീസ്, പിന്നെ എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ കടിച്ചാൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തുളസിയിൽ അടങ്ങിയിട്ടുണ്ട്. കരിന്തുളസിയും രാമതുളസിയും കൃഷ്ണതുളസി അങ്ങനെ ഒക്കെ നമ്മൾ വീട്ടിൽ വേണം. തുളസിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വേണ്ടത് വേപ്പ്, ആൻറ്റി ഫംഗലാണ്. അപ്പോൾ എൻ്റെ ഒരു 4-5 പ്രൊഡക്ട്സിൽ വേപ്പ് വരുന്നുണ്ട്. ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേപ്പും തപ്പി നടക്കലാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ അങ്ങനെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യം വരില്ല. പിന്നെ പച്ചമഞ്ഞൾ, പനിക്കൂർക്ക ഇല, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ പല മുഖങ്ങളും കണ്ടതിന് ശേഷം വീണ്ടും ഈ ജോലിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഒരു സ്വയം സംരംഭക എന്ന രീതിയിൽ അറിയപ്പെടുന്നു. അതിനിടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയിട്ടാണല്ലോ ഈ ഒരു മേഖല, ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്വയം സംരംഭകയായി തീർന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഒന്ന് പറയാമോ? ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. നമ്മുടെ ആ ഒരു സ്ട്രഗിളൊന്നും അറിയാത്ത പലരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തി അല്ലേ? അപ്പോൾ നമ്മൾ വിജയിച്ച സമയത്ത് നമ്മളെ ഉറ്റുനോക്കാനും കൂടെ നിൽക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്മാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്ക് ഇപ്പോൾ ഉണ്ടായ സന്തോഷങ്ങളെന്ന് പറയുന്നത് 2022 റെയിൽവേയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്തൊരു യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഷാമ്പു. എനിക്ക് ഈ ശംഖുപുഷ്പം ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളയുണ്ട്, നീലയുണ്ട്. വെള്ളക്കാണ് ഔഷധ മൂല്യം കൂടുതൽ, നീലയ്ക്കും ഉണ്ട്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഷാമ്പു അത് കണ്ടിട്ടാണ് 2022 ഒരു ഓൾ ഇന്ത്യ വെൽഫെയർ ഈ കർഷക സംഘടന എനിക്ക് യുവ സംരംഭക എന്നുള്ള രീതിയിൽ ഒരു പുരസ്കാരവും ആദരവൊക്കെ തന്നിട്ടുള്ളത്.
പിന്നീട് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ലൈബ്രറിയിൽ കുറച്ച് വനിതകൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു സംരംഭം എനിക്ക് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയത് കൊണ്ടും ഇവിടം വരെ എത്തിയത് കൊണ്ടും എനിക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ മറ്റുള്ളവർക്ക് ചെറിയ കാര്യങ്ങളാക്കും, പക്ഷേ എനിക്കിതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച ആളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന സമീറയെ കാണുമ്പം എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. മനക്കരുത്ത് കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും ജീവിതത്തെ തിരിച്ചു പിടിച്ച ആളാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് സമീറ സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നുന്നു സമീറയുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം. അപ്പോൾ ഇത് പലപ്പോഴും നമ്മളിൽ പലരും പാഠമാക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിൽ നിന്ന് പിൻവാങ്ങി പോവുകയല്ല വേണ്ടത്. എങ്ങനെ നമുക്ക് കൂടുതൽ മുമ്പോട്ടേക്ക് ധൈര്യത്തോടെ ആ വന്ന തടസ്സങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത്, ആ ഒരു ധൈര്യമാണ് ഇന്ന് സമീറയെ നല്ലൊരു സംരംഭകയായിട്ട് പല വേദികളിലും വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതും. പ്രവാസിയായ ഹസ്ബൻഡിന് ഭർത്താവിന് വലിയൊരു താങ്ങാണ്. അപ്പം നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അതായിരിക്കാം ഒന്നുകിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്നിരുന്നാലും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കൂടെയാണ് ഈ ഒരു സ്വയം സംരംഭത്തിലൂടെ നമുക്ക് സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ധാരാളം വേദികളിൽ വെച്ച് നമുക്ക് സമീറയെ കാണാം. പ്രൊഡക്റ്റ് എമീസ് എന്നാണ്, അല്ലേ? എമീസ് ഹെർബൽസ്. അപ്പോൾ സമീറയുടെ ഈ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തങ്ങളുടെ കുടുംബശ്രീയിലേക്ക് വിളിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ടാവും. അതുപോലെ തന്നെ സമീറയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സമീറയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി സമീറയുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ വാട്സപ്പ് നമ്പറാണ്, ബിസിനസ് വാട്സപ്പാണ്, 77 36 89 69 54. 77 36 89 69 54. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എമീസ് ഹെർബൽസ് എന്ന പേജ് ഉണ്ട്. എമീസിന്റെ സ്പെല്ലിംഗ് എന്താണ്? EMYS എമീസ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ FBയിലുള്ളതും ഇങ്ങനെ തന്നെയാണ്, എമീസ് തന്നെയാണ്. യെസ്. ഓക്കെ. അപ്പം എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. സ്വയം സംരംഭക ഇരിങ്ങൽ സ്വദേശിനി സമീറ PT പങ്കെടുത്ത അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. വയലും വീടും സമാപിക്കുന്നു.